കുറേയധികം ചെറുപ്പക്കാർ ചേർന്ന് മൃഗശാലയിലേക്ക് ഒരു യാത്ര പോയി. ഒരുപാട് വന്യമൃഗങ്ങളെ കണ്ട് രസിക്കുന്നതിനിടയിൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അവർ കണ്ടു. മൃഗശാലയിൽ അകപ്പെട്ടു പോയ ഒരു നായ, അതിനു ചുറ്റിലും കുറേയധികം കടുവാക്കൂട്ടങ്ങൾ. ഈ കടുവാക്കൂട്ടങ്ങളെല്ലാം ചേർന്ന് ഈ പാവ നായക്കുട്ടിയെ കൊന്നു തിന്നുമല്ലോ ഈശ്വര എന്ന് പേടിച്ചു നിൽക്കുന്ന അവർക്ക് മുമ്പിലേക്ക് മൃഗശാലയിലെ വാച്ചർ കടന്നു വന്നു. അദ്ദേഹത്തോട് അവർ ചോദിച്ചു, എന്താണ് ഈ കടുവാക്കൂട്ടങ്ങൾ ഈ നായക്കുട്ടിയെ ആക്രമിക്കാത്തത്, എത്രത്തോളം സ്നേഹത്തോടെ ഇതിനോട് പെരുമാറുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ കടുവകളെ പ്രസവിച്ച ഉടനെ ഇതിന്റെ അമ്മ കടുവ പെട്ടെന്ന് ചത്തുപോയി. പിന്നീട് ഇവരെ പാല് കൊടുത്തു വളർത്തിയത് ഈ നായക്കുട്ടിയാണ്. വർഷങ്ങൾക്ക് ശേഷം കടുവകൾ വളർന്നു വലുതായെങ്കിലും ഇപ്പോഴും ഈ നായക്കുട്ടി അവരുടെ അമ്മയാണ്. അമ്മിഞ്ഞ പാല് കൊടുത്തു വളർത്തിയ സ്വന്തം അമ്മ. അതുകൊണ്ടാണ് ഈ നായക്കുട്ടിയോട് ഈ കടുവാക്കൂട്ടങ്ങൾക്ക് ഇത്രത്തോളം സ്നേഹം. ഇത് മറ്റെവിടെയോ നടന്നൊരു കഥയാണ്. ശരിക്കും ഇതിൽ നിന്ന് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ, സ്നേഹം പങ്കിടുന്നതെങ്കിൽ, അയാൾ എത്രത്തോളം ശക്തിമാനാണെങ്കിലും എത്രത്തോളം ക്രൂരനാണെങ്കിലും നിങ്ങളെ തിരിച്ചുപദ്രവിക്കില്ല. നിങ്ങളെ തീർച്ചയായും സ്നേഹിച്ചിരിക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. കാരണം സ്നേഹം കൊടുക്കുന്നത് പോലെ തിരിച്ചു കിട്ടുന്ന ഒന്നാണ്.